അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് DFS അല്ലെങ്കിൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത് ഒരു റിക്കേഴ്സീവ് അൽഗോരിതമാണ്. അത് നമുക്ക് ട്രീ ഫോർമാറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫ് ഫോർമാറ്റിലും ചെയ്യാനായിട്ട് പറ്റും. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് നോഡിൽ നിന്ന് ഡെപ്തിലോട്ടാണ് പോകുന്നത്, അതല്ലാണ്ട് സിബ്ലിങ്സ് അല്ല, ചിൽഡ്രൻ നോഡിലോട്ടാണ് ഇത് പോകുന്നത്. ഇതിനൊരു പാറ്റേൺ ഉണ്ട്, റൂട്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇങ്ങനെയാണ് നമ്മളുടെ സംഭവം ഫൈൻഡ് ചെയ്യുന്നത് പോകുന്നത്. സോ ഹിയർ ലെറ്റ് us ടേക്ക് ദിസ് എക്സാമ്പിൾ. ഇവിടെ നമുക്കൊരു ഗോൾ നോഡ് G ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് മൈ ഗോൾ നോഡ്. ഫസ്റ്റ് ഐ എം സ്റ്റാർട്ടിങ് വിത്ത് S. ഇനി ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സിബ്ലിങ്ങിലോട്ട് ഞാൻ പോകുന്നു, A. അപ്പം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റാക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു നോഡിനെ എൻകൗണ്ടർ ചെയ്യുമ്പോഴത്തേനും ഞാൻ എൻ്റെ സ്റ്റാക്കിലോട്ട് അതിനെ പുഷ് ചെയ്യും. ഓക്കെ, വീണ്ടും ഞാനതിനെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഞാനതിനെ പോപ്പ് ഔട്ട് ചെയ്യത്തുള്ളൂ. സോ എസ് ഞാൻ പുഷ് ചെയ്തു. അടുത്തത് എൻ്റെ സിബ്ലിങ്സ്, ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് സിബ്ലിങ് നോക്കുമ്പോഴത്തേനും എനെ ഞാൻ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. എഗെയിൻ ഞാൻ നോക്കുമ്പോഴത്തേനും ബി ഞാൻ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പം ഇവിടെ ഇത് ഒന്നും എൻ്റെ ഗോൾ നോഡല്ല, ബിയുടെ സിബ്ലിങ് അല്ല, ചൈൽഡ് ഡി ആണ്. ഡീനെ ഞാൻ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ഡിയുടെ സിബ്ലിങ് ഇ ആണ്, ഇനെ ഞാൻ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, ഇവിടെ വരെ എൻ്റെ ഗോൾ നോഡല്ല. ഇനെ ഞാൻ പോപ്പ് ഔട്ട് ചെയ്യുന്നു. ഇവിടെ നോക്കുമ്പോഴത്തേനും ഡീനെ ഞാൻ പോപ്പ് ഔട്ട് ചെയ്യുന്നു. ബിയിലോട്ട് ഞാൻ എൻ്റെ പോയിൻ്റർ എത്തി നിൽക്കുകയാണ്. ഇനി അടുത്ത് ബിയുടെ സിബ്ലിംഗ് ആണ് സി. സോ ഐ എം പുഷിങ് സി. ഓക്കെ, ബിയുടെ ചിൽഡ്രൻ എല്ലാം ഞാൻ വിസിറ്റ് ചെയ്തു. സിയുടെ ചിൽഡ്രൻ ആരൊക്കെയാണ്? ഇയും ജിയും. ദിസ് ജി ഈസ് മൈ ഗോൾ നോഡ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു DFS വർക്ക് ചെയ്യുന്നത്. സോ ഡെപ്തിലോട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദ ഡേറ്റ സ്ട്രക്ചർ യൂസ്ഡ് ഹിയർ വിൽ ബി സ്റ്റാക്ക്. അപ്പം ഓരോന്ന് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റാക്കിൽ ഇതിനെ പോപ്പ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഇതിന് വർക്കിംഗ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ്നെസ്, ഒപ്റ്റിമൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അപ്പം ഇത് കംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസസിൽ ഇൻഫിനിറ്റ് ലൂപ്പിൻ്റെ സാധ്യതകൾ ഉണ്ടാവും. ട്രീ വേർഷന് കംപ്ലീറ്റ് അല്ല, ഗ്രാഫ് വേർഷൻ യൂഷ്വലി കംപ്ലീറ്റ് ആണ്. ബിക്കോസ് ഇവൻച്വലി നോഡ് എക്സ്പാൻഡ് ചെയ്യും. ട്രീ വേർഷൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ട്രീ വേർഷനകത്ത് ഇപ്പം വേറൊരു സെപ്പറേറ്റ് ആയിട്ട് ഇത് കിടക്കുവാണെന്നുണ്ടെങ്കിലോ, കണക്റ്റഡ് അല്ലാണ്ട് കിടക്കുവാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അൺറീച്ചബിൾ ആയിട്ട് കിടക്കുവാണെന്നുണ്ടെങ്കിലോ നമുക്കൊരു ഉറപ്പുമില്ല ആ ഒരു സ്റ്റേറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അതാണ് ട്രീ വേർഷൻ്റെ ഒരു വ്യത്യാസം. സോ 2 വേർഷനുണ്ട്, ഗ്രാഫും ട്രീയും. ഗ്രാഫ് വേർഷൻ കംപ്ലീറ്റ് ആണ്, ട്രീ വേർഷൻ കംപ്ലീറ്റ് അല്ല. ഒപ്റ്റിമൽ ആണോ? ഒപ്റ്റിമൽ അല്ല. കാരണം എന്താണെന്നറിയാമോ? ജസ്റ്റ് ഇമാജിൻ, ഈ ജി അല്ല ഇവിടെ ഗോൾ നോഡ്, ഇവിടെ H ആണ് ഗോൾ നോഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, H ആണ് എൻ്റെ ഗോൾ നോഡ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മൊത്തം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പം അത് ഒപ്റ്റിമൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. ടൈം കോംപ്ലക്സിറ്റി വരുന്നത് O(B)m ആണ്. ബി എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് ഫാക്ടർ, ബിക്കോസ് ഇറ്റ്സ് എ ട്രീ ദാറ്റ് വി ഹാവ് ടേക്കൺ ഹിയർ. എം എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മാക്സിമം ഡെപ്ത് ഓഫ് ദ നോഡ്. പിന്നെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് OBM ആണ്. OBM എന്ന് പറയുന്നത് ബി ബ്രാഞ്ചിങ് ഫാക്ടറും എഗെയിൻ എം ഡെപ്തും. അപ്പം അത്രയാണ് നമ്മൾ DFSൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഡെപ്ത് ലിമിറ്റഡ് സെർച്ച് അൽഗോരിതം. നമ്മൾ നേരത്തെ പഠിച്ച DFSൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷനാണിത്. ഇതിലെ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ, നമുക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് ലിമിറ്റ് കാണും. ഓക്കെ, അതായത് നമ്മൾ DFS ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപാട് ഇങ്ങനെ താഴോട്ട് ലിമിറ്റ്, ഏറ്റവും ലോവസ്റ്റ് നോഡ് എവിടെയാണോ കിടക്കുന്നത് ഏറ്റവും താഴോട്ട് മോസ്റ്റ് ഡെപ്തിലോട്ട് പോകും. എന്നാൽ ഇവിടെ ഡെപ്ത് ലിമിറ്റഡ് സെർച്ച് അൽഗോരിതത്തിനകത്ത് നമുക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് ലിമിറ്റ് ഉണ്ട്. അപ്പം ഇതിൽ നിന്നും ഇൻഫിനിറ്റ് ലൂപ്പിൻ്റെ ഇഷ്യൂ ഇവിടെ റിസോൾവ് ആവുകയാണ് ചെയ്യുന്നത്.
ഈ ഒരു ഡെപ്ത് ലിമിറ്റഡ് സെർച്ചിന് 2 ടെർമിനേഷൻ കണ്ടീഷൻ ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫെയിലിയർ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഒരു ഗ്രാഫിൽ ഞാൻ ഈ ഒരു ഡെപ്ത് ലിമിറ്റഡ് സെർച്ച് ചെയ്തിട്ട് എനിക്ക് അതിന് സൊല്യൂഷനേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഫെയിൽഡ് വാല്യൂ ആണ്. അപ്പോൾ അതായത് ഇപ്പം A, B, C, ഓക്കെ, ഞാൻ സെർച്ച് ചെയ്യുന്ന വാല്യൂ D ആണ്. പക്ഷേ ഈ D എൻറ്റയർ ട്രീയിലേ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഫെയിലിയർ വാല്യൂ ആണ്. കട്ട് ഓഫ് ഫെയിലിയർ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇവിടെ DE, ഓക്കെ, എൻ്റെ ലിമിറ്റ് ഇവിടം വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ട്രവേഴ്സിൽ ഞാൻ ഈ ഒരു സെക്ഷൻ മാത്രമേ നോക്കത്തുള്ളൂ. അപ്പം ഇവിടെ ഈ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ പോലും എനിക്കത് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ ഒരു വാല്യൂയിലോട്ട് എത്തുന്നതിന് മുൻപേ എൻ്റെ ഈ ഒരു സെർച്ച് ടെർമിനേറ്റ് ആവും. അതിനെയാണ് നമ്മൾ കട്ട് ഓഫ് ഫെയിലിയർ വാല്യൂ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അൽഗോരിതം ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ യൂഷ്വലി DFS ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. 2 ചേഞ്ചസ്. നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്യും. ഓക്കെ, ഓരോ ഐട്രേഷൻ്റെ ലിമിറ്റ് നമ്മൾ ചെക്ക് ചെയ്യും. കട്ട് ഓഫ് റീച്ച് ചെയ്തോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അത് ഇതിൽ റിലേറ്റഡ് ആണ്. ഓക്കെ, എന്നിട്ട് ഗോൾ വാല്യൂ അല്ലെങ്കിൽ ഗോൾ സ്റ്റേറ്റ് ആണോ ഇത് എന്നറിയാൻ വേണ്ടി നമ്മൾ ഗോൾ ടെസ്റ്റും ചെയ്യും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ അൽഗോരിതം ഒന്ന് മനസ്സിലാക്കാം. ഇതൊരു റിക്കേഴ്സീവ് ആയിട്ടുള്ള അൽഗോരിതമാണ്. എന്തുകൊണ്ടാണ്? ഇത് DFSൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണല്ലോ. ഓക്കെ, ഇനി ഇതിലെന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഡെപ്ത് ലിമിറ്റഡ് സെർച്ചിൽ ആദ്യമേ ഞാനൊരു നോഡ് എടുക്കുന്നു. ഓക്കെ, എൻ്റെ ഫസ്റ്റ് നോഡ്, എൻ്റെ റൂട്ട് നോഡ് ഞാൻ എടുക്കുന്നു. ഞാൻ ചെക്ക് ചെയ്യുന്നു ഈ ഒരു നോഡിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോൾ ടെസ്റ്റിൽ കൊടുത്തേക്കുന്ന സ്റ്റേറ്റും സെയിം ആണോ, അതായത് എൻ്റെ ഗോൾ സ്റ്റേറ്റ് ആണോ ഇതെന്ന് ഞാൻ ആദ്യമേ ചെക്ക് ചെയ്യും. ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ നോഡിനെ തിരിച്ച് റിട്ടേൺ ചെയ്യും. ആൻഡ് നമ്മുടെ അവിടുത്തെ സെർച്ച് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലിമിറ്റ്, ഇപ്പം യൂസർ കൊടുത്തേക്കുന്ന ലിമിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീനെ ട്രവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ലിമിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് റീച്ച് ചെയ്തു. ഇനിയിപ്പം ഫസ്റ്റ് നോഡ് ഗോൾ നോഡല്ല. ഇപ്പം ഇതുപോലെ തന്നെ ഇവിടെയാണ് എൻ്റെ ഗോൾ നോഡ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അടുത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മൾ കട്ട് ഓഫ് അക്കേർഡ്. അപ്പം നമുക്കിവിടെ ഒരു ഫ്ലാഗ് പോലത്തെ ഒരു സംഭവമാണ് കട്ട് ഓഫ് അക്കർ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഫോൾസ് ആക്കുന്നു. ഫോൾസ് ആക്കിയിട്ട് ഞാനിവിടെ ചെക്ക് ചെയ്യുവാണ്. അപ്പം ഇതാണ് എൻ്റെ റൂട്ട് നോഡ്, അതിൻ്റെ ചിൽഡ്രൻ നോഡ് എടുത്ത് ചെക്ക് ചെയ്യുവാണ്. ഓക്കെ, ഇനി എൻ്റെ ഫസ്റ്റ് ചൈൽഡ് നോഡ് എടുത്തു. ഓക്കെ, ഈ ഫസ്റ്റ് ചൈൽഡ് നോഡിൽ വീണ്ടും ഞാൻ ഈ ഒരു റിക്കേഴ്സീവ് DLS ഞാൻ ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുത്ത ലിമിറ്റ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ലെവൽ 1 ലെവൽ 2 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ചൈൽഡ് നോഡിനെ ഞാൻ ട്രവേഴ്സ് ചെയ്യുമ്പോഴത്തേന് ലിമിറ്റ് 2 എന്നല്ല 0 1 ആയിരിക്കും വരിക. സോ ഇഫ് മൈ ലിമിറ്റ് ഇസ് 1, ഓക്കെ, ഇവിടെ അപ്പം എൻ്റെ 0th ലെവലിൽ നിന്നും എൻ്റെ ഫസ്റ്റ് ലെവലിലോട്ട് പോയി. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു റിക്കേഴ്സീവ് DLS വിളിക്കുമ്പോഴത്തേനും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ലിമിറ്റില്ലേ 1 ആണല്ലോ ഈ ലെവലിൻ്റെ ലിമിറ്റ്, അത് -1 വരും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെ ഞാൻ വീണ്ടും ട്രാവേഴ്സ് ചെയ്യുമ്പോഴത്തേനും എൻ്റെ ലിമിറ്റ് എന്താവും? 0 ആവും. ഓക്കെ, ലിമിറ്റ് 0 ആകുമ്പോഴത്തേന് എന്താണ് പറ്റുന്നത്? ലിമിറ്റ് 0 ആകുമ്പോഴത്തേന് എന്താണ്? കട്ട് ഓഫ് ആണല്ലേ. അപ്പോൾ ഈ ഒരു നോഡിനെ എക്സ്പാൻഡ് ചെയ്യണ്ട എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, റിക്കേഴ്സീവ് DLSൽ നമ്മൾ ചിൽഡ്രനെ വിളിക്കുമ്പോഴത്തേനും ലിമിറ്റ് -1 ആയിരിക്കും നമ്മൾ വിളിക്കുക. ഓക്കെ, ഇത് ലെവൽ 0th ലെവൽ, ഫസ്റ്റ് ലെവൽ. നിങ്ങൾക്ക് നമ്പറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 2, ഇപ്പോൾ ഡെപ്ത് 2 വരും, ഇത് ഡെപ്ത് 1 വരും, അല്ലെങ്കിൽ 1 0 എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, കൺഫ്യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യമേ നമ്മളുടെ ഫസ്റ്റ് നോഡ് ഗോൾ ടെസ്റ്റ് വെച്ച് ചെയ്തിട്ട് നമ്മളുടെ ഗോൾ നോഡാണോ അല്ലെങ്കിൽ ഗോൾ സ്റ്റേറ്റ് ആണോ നോക്കുകയാണ്. ലിമിറ്റ് നമ്മൾ നോക്കുകയാണ്. ലിമിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ലിമിറ്റ് ഇവിടെ 1 ആണ് കൊടുത്തേക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പം അടുത്തത് ഇതിൻ്റെ ചിൽഡ്രൻ നോട്ട്സിനെ എനിക്ക് ഇലാബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇഫ് ദ ലിമിറ്റ് വിൽ ബിക്കം 1. കാരണം എന്താ 1 - 1 നമ്മൾ നെക്സ്റ്റ് ഐട്രേഷന് വരുമ്പം അത് 0 ആയിട്ട് മാറും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ B എന്നുള്ള ഒരു സംഭവമാണ് കിട്ടിയത്. ഈ ഒരു സാധനം നമ്മളുടെ കട്ട് ഓഫ് ഒക്കർ ചെയ്തു എന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ഒക്കേർഡിനെ നമ്മൾ ട്രൂ ആക്കും. ഓക്കെ,
ഇപ്പം അത് ഫെയിൽഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് റിസൾട്ട് തന്നെ തിരിച്ചു തരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇഫ് വി ഹാവ് ദി ഇനഫ് ലിമിറ്റ്. കട്ട് ഓഫ് ഒക്കർ ചെയ്തു എന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയും, അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയും. അതെന്താണ്, ഈ ഒരു മൊത്തം ട്രാവേഴ്സിൽ കഴിഞ്ഞ് നമുക്ക് വാല്യൂവിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫെയിൽഡ്, അതായത് ഈ ഒരു സെർച്ച് ആവശ്യമേ ഇല്ലായിരുന്നു എന്നുള്ള രീതി ഫെയിൽഡാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ലെവൽ 2 വരെയാണ്. ഓക്കെ, ലെവൽ 2 വരെയാണ് എൻ്റെ ലിമിറ്റ് ഞാൻ കൊടുത്തേക്കുന്നത്. ആദ്യമേ ഞാൻ എന്താണ് ചെയ്തത്, എൻ്റെ എസ് നോഡ് ഞാൻ എടുത്തു. ഓക്കെ, എസ് നോഡ് ഞാൻ എടുത്തു. എസ് നോഡ് ഞാൻ എടുത്തിട്ട് അപ്പം എൻ്റെ ലെവൽ അവിടെ 0 ആണ്, 0th ലെവലാണിത്. പക്ഷേ ലിമിറ്റ് ഇറ്റ് വിൽ ബി എന്താണ് 2 ആയിരിക്കും എൻ്റെ ലിമിറ്റ്. ഇവിടുത്തെ എൻ്റെ ലിമിറ്റ് 1 ആണ്, ഇവിടുത്തെ എൻ്റെ ലിമിറ്റ് 0 ആവും, കാരണം താഴോട്ടിനി വേണ്ട. ഓക്കെ, ഇനിയിപ്പം ഞാൻ ആദ്യമേ വെച്ചാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇതെടുക്കുകയാണ്, ലിമിറ്റ് 2 എടുക്കുകയാണ്. അപ്പം എസ്സിനെ ഞാൻ എടുത്തു. എസ്സിനെ എടുത്തിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ ചൈൽഡിനെ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ചൈൽഡ് ആരാണ്, എ ആണല്ലേ. ഇപ്പോൾ എനെ ഞാൻ എടുത്തു. എ ഒരു ഗോൾ നോഡാണോ എന്ന് ഞാൻ നോക്കുകയാണ്, ഗോൾ ടെസ്റ്റ് ഞാൻ ചെയ്ത് നോക്കുകയാണ്. എ ഒരു ഗോൾ നോഡാണോ, നോ, നോട്ട് ഗോൾ. അപ്പം ഗോൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ലിമിറ്റ് എത്രയായിരുന്നു, നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പം 2 - 1 1 ആയി എൻ്റെ പുതിയ ലിമിറ്റ്. ഓക്കെ, അപ്പം എ അല്ല എൻ്റെ നോഡ്. പിന്നെ അടുത്ത എയുടെ ഫസ്റ്റ് സിസ്റ്റർ നോഡിനെ അല്ലെങ്കിൽ ഫസ്റ്റ് സിസ്റ്റർ നോഡല്ല, സോറി, ഫസ്റ്റ് ചൈൽഡ് നോഡിനെ ഞാൻ എടുക്കുകയാണ്, സി എന്ന് പറയുന്നത് എൻ്റെ എന്താണ്, ഗോൾ നോഡാണോ, അല്ല, ഇറ്റ്സ് നോട്ട് ഗോൾ. ഓക്കെ, ഇനി ഇതിന് സി എടുത്തു കഴിഞ്ഞിട്ട് സിയുടെ സിബ്ലിങ്സ് ഉണ്ടോ നോക്കും. സിയുടെ സിബ്ലിങ് ഡി ആണ്. ഡി ഒരു ഗോൾ ആണോ, നോ, നോട്ട് ഗോൾ. ഇനി ആ ലെവലിൽ തന്നെ വേറെ ഏതെങ്കിലും സിബ്ലിങ്സ് ഉണ്ടോ, ഇല്ല. സോ ഇനി എന്താണ് ചെയ്യുന്നത്, അടുത്തത് ഇവിടെ അപ്പം ഇത് കഴിഞ്ഞു, സിയും കഴിഞ്ഞു, ഡിയും കഴിഞ്ഞു. ഇനി ഇതിന് താഴോട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്, ഇവിടെ ലിമിറ്റ് 1 - 1 0 അല്ലേ. ഇവിടെ സിയും ഡിയും ചെയ്തപ്പോൾ ലിമിറ്റ് 1 - 1 0. അപ്പം ഇനി അടുത്തത് ഇവിടുന്ന് ബിയിലോട്ടാണ് അടുത്തത് പോകുന്നത്, അതായത് എയുടെ സിബ്ലിംഗ് ആയിട്ടുള്ള ബി. ഇപ്പോൾ നമ്മൾ DFS പോകുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞായിരുന്നു റൂട്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ റൂട്ട് നോഡ് എടുത്തു, ലെഫ്റ്റ് എടുത്തു, ലെഫ്റ്റ് എടുത്തു, ലെഫ്റ്റ്. അപ്പോൾ ഇനി ലെഫ്റ്റ് മോസ്റ്റ് നമുക്കൊന്നും എക്സ്പാൻഡ് ചെയ്യില്ല, നമ്മൾ റൈറ്റിലോട്ട് പോയി, വീണ്ടും മേളിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സിബ്ലിങ്സ്, അപ്പോൾ അടുത്ത് ബി എടുത്തു. ഓക്കെ, ഇനി ബി ചെയ്യുമ്പോഴത്തേനും ബി ഒരു ഗോൾ നോഡാണോ, നോട്ട് ഗോൾ. ഓക്കെ, ബി ഒരു ഗോൾ നോഡല്ല. അപ്പോൾ ലിമിറ്റ് എന്തായിരുന്നു, ലിമിറ്റ് നമുക്ക് ഇതിലെ ലെവൽ എന്താണ്, ലെവൽ എന്ന് പറയുന്നത് 2 - 1 1 ആണ് വരുന്നത്. 2 - 1 1 ആണ് ഇതിൻ്റെ ലിമിറ്റ് വരുന്നത്. ഇനി അടുത്തത് ബിക്ക് എന്തെങ്കിലും സിബ്ലിങ്സ് ഉണ്ടോ, ഇല്ല, ഇനിയില്ല. ഇനി അടുത്തത് ബിക്ക് സബ് നോട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ചിൽഡ്രൻ നോട്ട്സ് ഉണ്ടോ നോക്കുമ്പോഴത്തേനും ഐയും ജെയും ഉണ്ട്. ഐ ഒരു ഗോൾ അല്ല, നോട്ട് ഗോൾ. അടുത്തത് ഐയുടെ സിസ്റ്റർ നോഡായിട്ട് ജെ ഉണ്ട്, ജെ ഇസ് എ ഗോൾ. അപ്പം ജെ ഗോളുമാണ്. നമ്മുടെ ലിമിറ്റ് എത്രയായി, ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആയിരുന്നു, 1 - 1 0 ആണ് ഇവിടുത്തെ ലിമിറ്റ് വരുന്നത്. അപ്പം ഈ ഒരു ലിമിറ്റിന് ഇനി താഴോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് മാക്സിമം ലിമിറ്റായി എത്തിയേക്കുവാണ്. അപ്പം നമ്മളിവിടെ നമ്മളുടെ നോഡിനെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമ്മൾ എന്താണ് DLS ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ DFS ചെയ്യുന്ന പോലെ തന്നെയാണ്, ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, നമുക്കവിടെ ലിമിറ്റ് ഉണ്ട് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു അൽഗോരിതം കംപ്ലീറ്റ് ആണ് ഇഫ് ദി സൊല്യൂഷൻ ഇസ് അബവ് ദി ഡെപ്ത് ലിമിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് താഴെ എങ്ങാനും ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ എഫിനെയാണ് ഞാൻ അന്വേഷിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല, ആൻസർ കിട്ടാൻ പോകുന്നില്ല. അപ്പം ആ ഒരു കാര്യത്തിൽ മാത്രം അത് കംപ്ലീറ്റ് ആണ് ഇഫ് ഇറ്റ് ഇസ് അബവ് ദ ലിമിറ്റ്. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(B) ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി O(B)L ആണ് വരുന്നത്. ഇനി ഒപ്റ്റിമൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിമൽ അല്ല. കാരണം എഗെയിൻ എന്താണ്, ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ തന്നെ ഒരു ഡിഫറൻഷ്യേറ്റഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സ് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ മെമ്മറി എഫിഷ്യൻ്റ് ആണ്. അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻകംപ്ലീറ്റ് ആണ്.
പിന്നെ ഒരു പ്രോബ്ലത്തിന് മോർ ദാൻ വൺ സൊല്യൂഷൻ ഉള്ള കേസിൽ ഇത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഐട്രേറ്റീവ് ഡീപ്പനിങ് ഡി എഫ് എസിൻ്റെ മൂന്നാമത്തെ ഒരു ടൈപ്പ്, അല്ലെങ്കിൽ ഡി എഫ് എസും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ ഡി എൽ എസ് നോക്കി, അത് കഴിഞ്ഞൊരു അടുത്ത വെറൈറ്റിയാണ് ഐട്രേറ്റീവ് ഡീപ്പനിങ് ഡി എഫ് എസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഐട്രേഷനിലാണ് നമ്മുടെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബി എഫ് എസിൻ്റെ തന്നെ ഒരു കോമ്പിനേഷനാണ്, എന്നാൽ ഡി എഫ് എസിൻ്റെയും ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രീ നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ. ഈ ഒരു ട്രീയിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ജി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഐട്രേഷൻ നമുക്ക് എടുക്കാം. സോ ഫസ്റ്റ് ഐട്രേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഐട്രേഷനിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് റോ ആണ് ട്രാവേഴ്സ് ചെയ്യുന്നത്. സോ ഐ ഗോട്ട് എ. ഓക്കെ, എ ആണോ എൻ്റെ ഗോൾ നോഡ്? അല്ല. ഇനി സെക്കൻഡ് ഐട്രേഷൻ നോക്കിക്കേ. സെക്കൻഡ് ഐട്രേഷൻ നോക്കുമ്പോഴത്തേനും അടുത്തത് സെക്കൻഡ് ലെവലിലോട്ട് വരുവാണ്. സെക്കൻഡ് ഐട്രേഷനിൽ എനിക്കെന്ത് കിട്ടി? എ, ബി, സി. ഇതിലേതേലും എൻ്റെ ഗോൾ നോഡാണോ? അല്ല. അടുത്ത ലെവൽ തേർഡ് ഐട്രേഷൻ നമുക്ക് ചെയ്യണം. തേർഡ് ഐട്രേഷൻ ചെയ്യുമ്പോഴത്തേന് എന്താണ്? എ, ബി, സി, എ, ബി, ഡി, ഇ, സി, എഫ്, ജി. എ, ബി, സി ആണ് നമ്മൾ ആദ്യത്തെ ഐട്രേഷനിൽ എ, രണ്ടാമത്തെ ഐട്രേഷൻ, അപ്പോൾ ആദ്യത്തെ ഐട്രേഷൻ എ, രണ്ടാമത്തേത് എ, ബി, സി. മൂന്നാമത് വരുമ്പോഴത്തേനും ഡെപ്തിൽ പോകണം. എ, ബി, ഡി, ഇ, ഡി എഫ് എസ് നമ്മൾ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ. അതായത് ഇതാണ് എൻ്റെ ലിമിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പാസ് ചെയ്തു സി, എഫ് ആൻഡ് ജി. അപ്പം മൂന്നാമത്തെ ഐട്രേഷനിലാണ് നമുക്ക് എന്താണ് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. അപ്പം ഇനീഷ്യലി നമ്മൾ ബ്രെത്ത് ഫസ്റ്റ് സെർച്ച് ആയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ലേറ്റർ ഓൺ നമ്മൾ ആ ഒരു സബ് ബ്രാഞ്ചിനെ ലിമിറ്റ് കൂട്ടിക്കൂട്ടി, ഓരോ ഐട്രേഷനും ലിമിറ്റ് കൂട്ടിക്കൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഐട്രേഷൻ വരുമ്പോഴത്തേനും നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഇത് മാത്രമായിരിക്കും. അത് നമ്മുടെ ലിമിറ്റ് 2 ആയിരിക്കും. അതായത് 2 ലെവൽ വരെ നമ്മൾ ചെയ്യും. അതിൻ്റെ ഒരു തലതിരിഞ്ഞാണ് ഞാനിവിടെ പറഞ്ഞത്. ഇപ്പം 2, 1, 0 അല്ലെങ്കിൽ ഇപ്പം ഫസ്റ്റ് ലിമിറ്റ്, സെക്കൻഡ് ലിമിറ്റ്, തേർഡ് ലിമിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ എൻ്റെ ലിമിറ്റ് 2 ലെവൽസിലോട്ടാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ ലിമിറ്റ് 3 ലെവൽസിലോട്ടാണ്. ഓക്കെ, ലെവൽസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു ഐട്രേറ്റീവ് ഡീപ്പനിങ് ഡി എഫ് എസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്കിതിൻ്റെ ഒരു വർക്കിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, അത് കംപ്ലീറ്റ് ആണ്. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O ഓഫ് ബി ഡി ആണ്. ബി ബ്രാഞ്ചിങ് ഫാക്ടറും ഡി ഡെപ്തുമാണ്. അത് കഴിഞ്ഞിട്ട് സ്പേസ് കോംപ്ലക്സിറ്റിയും O ഓഫ് ബി ഡി ആണ്. ആൻഡ് ഒപ്റ്റിമൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒപ്റ്റിമലാണ്. ഓക്കെ, ഫോർ എ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ. പാത്ത് കോസ്റ്റ് ഒരു നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഒപ്റ്റിമലാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഫാസ്റ്റ് സെർച്ചാണ്, മെമ്മറി എഫിഷ്യൻ്റ് ആണ്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ചെയ്ത പണി തന്നെ പിന്നെയും ചെയ്യും. അത് കണ്ടോ, എയും ബിയും സിയും എല്ലാം ഇതൊക്കെ ഓൾറെഡി ഐട്രേറ്റ് ചെയ്ത സാധനമാണ്. പക്ഷെ എന്നാലും പിന്നെയും നമ്മൾ ഒന്നുകൂടെ ഐട്രേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.